ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അതിരൂപതയായി ഉയർത്തപ്പെട്ട കല്യാണിന്റെ ആർച്ച് ബിഷപ്പായി മാർ സെബാസ്റ്റ്യൻ മാണിയപ്പുരയ്ക്കൽ നാളെ അഭിഷിക്തനാകും. സീറോ മലബാർ എപ്പാർക്കിയൽ കൂരിയ വൈസ് ചാൻസലറായി 4 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷവും കൂരിയ മെത്രാനായി 8 വർഷവും പൂർത്തിയാക്കിയാണ് മാണിയപ്പുരയ്ക്കൽ പിതാവ് പുതിയ നിയോഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. 2025 ഓഗസ്റ്റ് 28-ന് സീറോ മലബാർ സഭയുടെ സിനഡിലാണ് മാർ സെബാസ്റ്റ്യൻ മാണിയപ്പുരയ്ക്കലിനെ കല്യാൺ രൂപതയുടെ മെത്രാനായി തെരഞ്ഞെടുത്തത്. ഈ നിയമനത്തോടനുബന്ധിച്ച് കല്യാൺ രൂപതയെ അതിരൂപതയായി ഉയർത്തുകയും അദ്ദേഹം അതിന്റെ പ്രഥമ മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പായി നിയമിതനാവുകയും ചെയ്തു. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദ വിഷയത്തിൽ വീണ്ടും ചിലർ നടത്തുന്ന അനാവശ്യ പ്രസ്താവനകൾ കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന മറ്റ് പ്രധാന വിവാദങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണെന്ന് കരുതേണ്ടി വരുമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. വിവാദമുണ്ടാക്കുന്ന പ്രസ്താവനകളിലൂടെ സെന്റ് റീത്താസ് സ്കൂൾ അധികൃതർ ഭംഗിയായി കൈകാര്യം ചെയ്ത് പരിഹരിച്ച ഒരു വിഷയത്തെ വീണ്ടും ആളിക്കത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വിവാദത്തിന്റെ പേരിൽ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അകൽച്ചയെ മുതലെടുക്കാൻ ചിലർ ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങിയിട്ടുണ്ടാകാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ ക്രൂരമായ അധിനിവേശത്തിൽ തകർക്കപ്പെട്ട 2 ക്രൈസ്തവ ദേവാലയങ്ങൾ പുനരുദ്ധാരണത്തിന് ശേഷം വീണ്ടും തുറന്നു. 2025 ഒക്ടോബർ 15 ബുധനാഴ്ച മൊസൂളിൽ നടന്ന ദേവാലയങ്ങളുടെ കൂദാശ വർഷങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ശേഷം വടക്കൻ ഇറാഖിലെ ക്രൈസ്തവ സമൂഹത്തിനെ സന്തോഷം നിറഞ്ഞതായിരുന്നു. 2014 മുതൽ 2017 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പ്രദേശം ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ നിയന്ത്രണത്തിലായിരുന്ന സമയത്ത് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയും അശുദ്ധമാക്കപ്പെടുകയും ചെയ്ത ദേവാലയങ്ങൾ പ്രാദേശിക സഭയുടെയും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുടെയും സംയുക്ത സഹകരണത്തിലൂടെയാണ് പുനർനിർമ്മിച്ചത്. കത്തോലിക്ക സഭയ്ക്ക് ആഗോളതലത്തിൽ ശുഭപ്രതീക്ഷ നൽകിക്കൊണ്ട് വിശ്വാസികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയതായി പൊന്തിഫിക്കൽ വാർത്താ ഏജൻസിയായ ഏജൻസിയ ഫീദേസിന്റെ പുതിയ റിപ്പോർട്ട്. 99ാമത് ആഗോള മിഷണറി ദിനത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച ഈ കണക്കുകൾ ജനങ്ങൾക്കിടയിൽ പ്രത്യാശയുടെ മിഷണറിമാർ എന്ന പേരിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കണക്കുകൾ അനുസരിച്ച് ആഗോളതലത്തിൽ 1.59 കോടി വിശ്വാസികളുടെ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ ലോക ജനസംഖ്യയുടെ 17.8% കത്തോലിക്കരാണെന്ന് ഏജൻസിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ ഏവരെയും ക്ഷണിക്കുന്ന ജൂബിലി വർഷത്തോടനുബന്ധിച്ച് സൃഷ്ടാവിന്റെ മഹിമ വർണ്ണിക്കുന്ന ബഹിരാകാശ വിസ്മയ പ്രദർശനവുമായി വത്തിക്കാൻ. ജോൺസ് ഹോപ്പിൻസ് സർവകലാശാല, സ്പേസ് ടെലിസ്കോപ്പ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുമായി സഹകരിച്ചാണ് ഈ ചരിത്രപരമായ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ക്രിസ്തുവർഷത്തിന്റെ ജൂബിലി പ്രമാണിച്ചാണ് ഇത്തരത്തിൽ ഒരു ബഹിരാകാശ പ്രദർശനം ആദ്യമായി സംഘടിപ്പിക്കുന്നത്. പ്രദർശനത്തിന്റെ മുഖ്യ ആകർഷണം ഹബിൾ, ജെയിംസ് വെബ് എന്നീ ബഹിരാകാശ ദൂരദർശിനികളിൽ നിന്നുള്ള വിസ്മയകരമായ കോസ്മിക് ചിത്രങ്ങളാണ്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.